മോനെ ഫ്രാൻസിസേ നോക്കടാ. നോക്കൂല. നോക്കടാ. ഇല്ല. നോക്കളിയാ. ഇല്ല, നോക്കൂല. നോക്കടാ. എന്താ അളിയാ? ഇന്നലെ എന്തോ ഡയലോഗ് ഒക്കെ അടിച്ചല്ലോ, ജയിക്കുമെന്നോ തോൽപ്പിക്കുമെന്നോ അങ്ങനെയൊക്കെ എന്തോ. എന്നിട്ട് എന്തായി? ഫസ്റ്റ് ഹാഫ് തീരണത് വരെ ഞങ്ങൾക്കായിരുന്നല്ലോ ലീഡ്. ഞങ്ങളായിരുന്നല്ലോ അപ്പൊ ജയിച്ചു നിന്നത്. ആണോ? എന്നിട്ട് എന്ത് പറ്റി? ഫസ്റ്റ് ഹാഫിൽ ഞങ്ങൾ ലീഡ് എടുത്തപ്പോ സെക്കൻഡ് ഹാഫിൽ നിങ്ങൾ ലീഡ് എടുത്തു. ഓ, അപ്പൊ ഒരു തേർഡ് ഹാഫും കൂടി ഉണ്ടായിരുന്നെങ്കിൽ അതിൽ നിങ്ങൾ ലീഡ് എടുത്തേനേന്ന് അല്ലേ? ആ തേർഡ് എപ്പോടാ? എന്നാലും ഞങ്ങൾ എങ്ങനെ തോറ്റ്? അളിയാ, ഈ 7-ാം മിനിറ്റിലും 17-ാം മിനിറ്റിലും തുടരെ 2 ഗോൾ അടിച്ച് 2-0 ലീഡ് എടുത്തപ്പോ നിങ്ങൾക്ക് അറിയാണ്ട് ഇത്തിരി ഓവർ കോൺഫിഡൻസ് അങ്ങോട്ട് കേറിപ്പോയി. പോടാന്നാ? കളി ജയിച്ച് വിജയശ്രീലാളിതനായി നിന്റെ മുമ്പിൽ വന്നിരിക്കുന്ന എന്നോട് പോടാന്ന് പറയാൻ നീ ആരടാ? പോണം, അല്ലെങ്കിൽ നീ ഞങ്ങളെ കളിയാക്കി കൊല്ലും. നീ പോടാ. എന്നാലും ഞങ്ങള് കളി ജയിച്ച്. സമ്മതിച്ച്. 4-2 ജയിച്ചേ. എപ്പോഴെപ്പോഴും കളി ജയിക്കാത്തവർക്കൊക്കെ ഒരു കളി ജയിക്കുമ്പോ അത് വലിയ കാര്യമായിട്ട് തോന്നും. പിന്നെ ഒരു കാര്യം പറയാൻ പറഞ്ഞു, ഈ 4 ഗോളിൽ 1 ഗോൾ പെനാൽറ്റി ആയിരുന്നു. അത് ഞാൻ കൂട്ടൂല. 1 ഗോള് നീ പെനാൽറ്റി കുറച്ചോ, അപ്പോഴും 3-2 ജയിച്ചല്ല. 2-1 കളി ജയിക്കുമെന്ന് വിചാരിച്ചിരിക്കുന്നത് ഞങ്ങളുടെ അടുത്തേക്ക് അവസാനത്തെ 10 മിനിറ്റിൽ 3 ഗോൾ അടിക്കുന്നത് വളരെ മോശമാണ്. അളിയാ, ഈ ഫുട്ബോളിന് 90 മിനിറ്റ് കളി വെച്ചത് എന്തിനാളിയാ? 80 മിനിറ്റ് മതിയായിരുന്നു. പിന്നെ 10 മിനിറ്റിൽ 3 ഗോൾ അടിക്കാനും വേണം ഒരു റേഞ്ച്. അയ്യോ പോയേ. ആര് പോയിന്ന്? നിങ്ങളുടെ 4-ാം സ്ഥാനം പോയി. അത് ഞങ്ങൾ ഇങ്ങോട്ട് എടുത്തു എന്ന് പറഞ്ഞത്. ഞങ്ങൾക്ക് 15 കളിയിൽ നിന്ന് 28 പോയിന്റ്, നിങ്ങൾക്ക് 16 കളിയിൽ നിന്ന് 29 പോയിന്റ്. അത് ഓർത്തോ? 1 പോയിന്റ് വ്യത്യാസം ഉണ്ടല്ലോ. അത് ഞങ്ങൾക്ക് ഒരു പ്രശ്നമല്ല. ഞങ്ങൾക്ക് അടുത്ത കളി സമനില പിടിച്ചാലും കളി ജയിച്ചാലും നിങ്ങളെ വെട്ടിക്കാം. അളിയാ, 2024 തുടങ്ങിയപ്പോ തുടരെ തോൽവികൾ ഏറ്റുവാങ്ങി 3 തോൽവിയുമായി നിന്ന ഞങ്ങളുടെ ടീമിന്റെ കാലം കഴിഞ്ഞുവെന്നും ഞങ്ങളുടെ പ്രതാപകാലം പോയെന്നും ഞങ്ങൾക്ക് ഇനിയൊരു തിരിച്ചുവരവില്ല എന്നും പറഞ്ഞ് ആഘോഷിച്ചവരും ഞങ്ങളുടെ തോൽവിയും ഞങ്ങളെ പുച്ഛിച്ചവരുടെ മുമ്പിൽ അത്യുഗ്രൻ വിജയവുമായി കേരള ബ്ലാസ്റ്റേഴ്സ് തിരിച്ചു വന്നിരിക്കുന്നു. 2024 ഞങ്ങൾക്കും അത്ര നല്ല വർഷമൊന്നും ആയിരുന്നില്ല. പക്ഷെ ഇന്നലത്തെ കളിയിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് അടുത്ത കളി ഞങ്ങൾ ജയിച്ച് തിരിച്ചു വരും. കാരണം ഞങ്ങളുടെ പേരെ ഗോവയെന്ന, ഗോവ FC ഗോവ. അതൊക്കെ നീ തിരിച്ചു വന്നോ. വേണമെങ്കിൽ തോൽവിയിൽ നിന്ന് എങ്ങനെ വിജയിച്ച് മുന്നേറാന്ന് ഞങ്ങളെ കണ്ട് പഠിച്ചോട്ടോ. ഗോവയ്ക്ക് അങ്ങനെ ആരെയും കണ്ട് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. തീയിൽ കുരുത്തതാ ഞങ്ങള്. ഈ വെയിലത്തൊന്നും ഞങ്ങള് പാടില്ല. വിഷമം. എനിക്ക് വിഷമില്ല. ഇല്ലേ? ഇല്ല അളിയാ, എനിക്ക് വിഷമില്ല. ഇന്നലെ ഞങ്ങളുടെ സക്കായും ദിമിത്രിയോസ് ഡയമൻഡഗോസും ചേർന്നിച്ചും ഗോൾ അടിച്ചിട്ടും നിനക്ക് വിഷമമൊന്നുമില്ല? ഇല്ല. ഒട്ടും വിഷമില്ലാന്ന് എനിക്ക് ഇതിൽ നിന്ന് മനസ്സിലായി. എന്തൊക്കെ പറഞ്ഞാലും ഇന്നലത്തെ കളി നല്ല കട്ടക്ക് ഞങ്ങൾ പിടിച്ചു നിന്നു. അതില്ലാന്ന് പറയാൻ പറ്റില്ല. പിന്നെ അവസാന നിമിഷം ഒരു 2 ഗോൾ നിങ്ങൾ കൂടുതൽ അടിച്ചു, അതുകൊണ്ട് നിങ്ങൾ ജയിച്ചു. നിങ്ങൾ ഐസ് കട്ടയോ കോൺക്രീറ്റ് കട്ടയോ ഇഷ്ടിക കട്ടയോ എന്ത് വേണമെങ്കിലും പിടിച്ചോ. പക്ഷെ ഇനി ഒരിക്കൽ കൂടി മഞ്ഞപ്പടയുടെ മുമ്പിൽ തോൽക്കാൻ ഞങ്ങൾക്കാവില്ല. ശരി ആശാനെ. കഴിഞ്ഞ കളി കൊച്ചിയിൽ വെച്ച് പഞ്ചാബിനോട് തോറ്റപ്പോൾ കണ്ണു നിറഞ്ഞ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മഞ്ഞപ്പടയ്ക്ക് ഞങ്ങൾ ഒരു വാക്ക് കൊടുത്തു. ആ വാക്ക് ഇന്നലത്തെ കളിയോടെ ഞങ്ങൾ നിറവേറ്റി. ഇങ്ങനെ പോയാലേ അധികം നാള് വേണ്ട, ഞങ്ങൾക്ക് ഞങ്ങളുടെ പ്രതാപകാലവും ഈ ടേബിൾ ടോപ്പിലെ 1ാമത്തെ സ്ഥാനവും തിരിച്ചു പിടിക്കും. ഓക്കെ അളിയാ, ശരി. നിനക്ക് എന്തൊരു സന്തോഷമില്ലാത്ത? നല്ല സന്തോഷമുണ്ട്. ഞങ്ങൾ തോറ്റിരിക്കുമ്പോ ഞാനിവിടെ പൊട്ടിച്ചിരിക്കാറാ. സന്തോഷിക്കടാ. ഞാൻ പോവാ. ഇനി ഇവിടെ ഇരുന്ന നീ എന്നെ കളിയാക്കും. പോവല്ലേ അളിയാ, ഞാൻ ഈ കളീനെ പറ്റി പറയില്ല. പോരെ? ഉറപ്പാണ്? അതെ, സത്യമായിട്ടും. എന്നാ പറ, ഇന്നാരുടെ കളി? ഇന്ന് ഞങ്ങളും ഈസ്റ്റ് ബംഗാളും. ആര് ജയിക്കും? എന്താ സംശയം? ഈസ്റ്റ് ബംഗാളിനെ അവരുടെ ഹോം ഗ്രൗണ്ടിൽ പോയി തോൽപ്പിച്ചു കൊണ്ടുവരും ഈ ചെന്നൈയിനും പിള്ളേരും. ഓഹോ, കഴിഞ്ഞ കളി മുംബൈനോട് തോറ്റത് നിങ്ങൾ മറന്നിരിക്കുന്നു. അതിന് മുമ്പത്തെ കളി നിങ്ങൾ ഞങ്ങളോട് തോറ്റത് നിങ്ങൾ മറന്നാ? ഞാനത് മറന്നു. അപ്പൊ ഞാനും മറന്നു. ഫ്രാൻസിസേ, ഇന്നലത്തെ കളി ഞങ്ങളോട് തോറ്റത് ഞാൻ ഓർമ്മിപ്പിക്കണോ? വേണ്ട, ഞാൻ മറന്നു. ഓക്കെ അളിയാ, നിങ്ങൾക്ക് ഈസ്റ്റ് ബംഗാൾ പുലിയായിരിക്കും, പക്ഷെ ഞങ്ങൾക്ക് ഇവർ എലിയ. ഞങ്ങളുടെ കൂടെ 7 കളി ഇവർ കളിച്ചതിൽ 5 കളി സമനില. 2 കളി ഞങ്ങൾ ജയിച്ചപ്പോ ഇവർക്ക് ഇതുവരെ ഞങ്ങളെ തോൽപ്പിക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ എന്തായാലും ഈസ്റ്റ് ബംഗാൾ ജയിക്കും. പോടാ, അതിന് ഞങ്ങൾ ചാവണം. വലിയ വീരവാദം ഒന്നും അടിക്കണ്ട. കളി കഴിഞ്ഞ് വന്ന് ഡയലോഗ് അടിച്ചാൽ മതി. ഓ ശരി രാജാവേ. ഇനിയുള്ള കളിയൊക്കെ ജയിച്ചാലാണ് നിങ്ങൾക്ക് സെമി കയറാനുള്ള ചാൻസ് പോവാതിരിക്കുള്ളൂ. അതുകൊണ്ട് സൂക്ഷിച്ച് കളിച്ചോട്ടാ. ഓ ശരി, അടുത്ത രാജാവേ. എന്നാലേ ഞാൻ ഒന്ന് ചലിക്കട്ടെ. ഇന്നലത്തെ കളി കണ്ടതിന്റെ ചെറിയൊരു ക്ഷീണം. ഏത്? എനിക്കും ഇവന് കളി തോറ്റേന്റെ ക്ഷീണാവും.